മോർണിംഗ്. പിന്നെ വേറെന്താണ് വിശേഷം പറയൂ. പോയോ അവിടെ ഉണ്ടോ? എന്താണെങ്കിലും ഇല്ലാത്ത എന്തെങ്കിലും പറയൂ. അവിടെ ആളുണ്ടോ? അവിടെ ഷെമീർ അവിടെ ഉണ്ടോ? എന്തെങ്കിലും പറയൂ. അവിടെ ഉണ്ടോ? മെസ്സേജ് അയക്കൂ. അവിടെ ഉണ്ടോ? ഷെമീർ അവിടെ ഉണ്ടോ? ഹാപ്പി മോർണിംഗ്. ആരാണ്? പേര് പറയൂ. ഹലോ, ഗുഡ് മോർണിംഗ്. ഒരു ലൈക്ക് കൊടുത്ത് മെസ്സേജ് ഇടൂ കേട്ടോ. ഒരു ലൈക്ക് കൊടുത്ത് മെസ്സേജ് ഇടൂ. ഹലോ, ഹലോ, ആരാണ് ലൈവിലുള്ളത്? പ്ലീസ് മെസ്സേജ് ഇട്ട് പറയൂ. ഹലോ, ഹായ് രഞ്ജിനി, ഗുഡ് മോർണിംഗ്. ഓക്കെ, ഗുഡ് മോർണിംഗ് എവരിബഡി, ഗുഡ് മോർണിംഗ്. കോട്ടയമാണ് കേട്ടോ. കോട്ടയം മെഡിക്കൽ കോളേജാണ് സ്ഥലം. എന്ത് ചെയ്യുന്നു? എവിടെയാണ് സ്ഥലം? ആ, സുഖമാണ്. സുഖമാണോ? എവിടെയാണ് സ്ഥലം? വർക്കുണ്ടോ? വർക്കില്ല. ഓക്കെ, എവിടെയാണ് സ്ഥലം? പറഞ്ഞില്ലല്ലോ, എവിടെയാണ് സ്ഥലം? റജീന.
വയനാടാണോ? വയനാട് എവിടെയാണ്? സുൽത്താൻ ബത്തേരി വല്ലതും? സുൽത്താൻ ബത്തേരിയിൽ ഞങ്ങളുടെ ഒരു കസിൻ ഉണ്ട്. ഇപ്പൊ അവിടുന്ന് പോയി ഇപ്പൊ ബാംഗ്ലൂർ എവിടെയാണ്. കുറെ വർഷം അവിടെ ഉണ്ടായിരുന്നു സുൽത്താൻ ബത്തേരി. ഞാൻ വയനാട് ഒരു ടൈം വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സ്ഥലമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടം. നിറയെ റോസാപ്പൂക്കളും ഒക്കെ ഭയങ്കര ചെറിയ ടൈമിലാണ് കേട്ടോ വന്നത്. അപ്പൊ നിറയെ ഇങ്ങനെ ഇങ്ങനെ റോട്ടിൽ ഇങ്ങനെ നടന്നു പോകുമ്പോഴേക്കും ഓരോ വീട്ടിലിങ്ങനെ ഫ്ലവർ, നല്ല റോസാപ്പൂക്കളൊക്കെ ഇങ്ങനെ പനിനീർ റോസൊക്കെ നല്ല ഭംഗി. ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ. അങ്ങനെ പറയാൻ എനിക്ക് അറിഞ്ഞില്ല കേട്ടോ. ഇത് സുൽത്താൻ ബത്തേരി എന്ന് പറയാൻ കറക്റ്റ് ഇതെവിടെയാന്ന് എനിക്ക് അറിയില്ല. ആ സ്ഥലത്തിന്റെ അടുത്തൊക്കെയാണ് മറ്റേ ആദിവാസി ആൾക്കാരെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു അവിടെ. എനിക്ക് അറിഞ്ഞില്ല കറക്റ്റ്. ഹായ്, ഗുഡ് മോർണിംഗ്. പിന്നെ എന്താണ് വിശേഷം? പറയൂ. എവിടെയാണ് സ്ഥലം? ആണോ? എവിടെയാണ്? റേഞ്ചിന്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്ക് എപ്പോഴും റേഞ്ച് ഉണ്ടാവാറില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ അതിന് ലൈവിൽ അങ്ങനെ വരാറില്ല. രാവിലെ ഫ്രീ ആയിട്ടൊന്നും നോക്കില്ല. ഏത് ടൈം വന്നാലും നെറ്റ് പ്രോബ്ലം ആയിരുന്നു. അതുകൊണ്ട് മടിയാവും, ഒന്നും ലൈവ് കയറാറില്ല. കുറച്ച് ടൈം നോക്കി ഞാനത് ലെഫ്റ്റ് ആയിരുന്നു. ഡൽഹിയില്ല. എന്നടോക്ക നേവിയിലോ? താങ്ക് യു കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തായിരുന്നോ? ബെൽ ബട്ടൺ ഒക്കെ കൊടുക്കണം കേട്ടോ, നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട്. സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. ഹായ് ഹരീഷ്, എവിടെയാണ് സ്ഥലം? മനോജ് ഹായ്. ബൈഡ. ഓക്കെ, പിന്നെ കാണാം. ആയിക്കോട്ടെ, ബൈ. താങ്ക് യു ഹരീഷ്. മറന്നു ഒന്ന് പറയുമായിരുന്നെങ്കിൽ. ഫസ്റ്റ് ലൈവിൽ എങ്ങാണ്ട് വന്നിട്ടുണ്ടായിരുന്നോ? അത് എനിക്ക് ഷോർട്സിൽ മെസ്സേജ് ഇടുന്ന മനോജ് ആണോ? ഒന്ന് പറയട്ടോ, ഓർമ്മ കിട്ടണില്ല. പറഞ്ഞ എനിക്കറിയാൻ പറ്റും. മറന്നിട്ടൊന്നും ഉണ്ടാവില്ല. നമ്മുടെ സബ്സ്ക്രൈബ്സിനെ ഒന്നും നമ്മൾ മറക്കൂല. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ആരാന്നുള്ളൊരു കൺഫ്യൂഷൻ, അങ്ങനെയുള്ളൂ. ഓക്കെ, പോയി വാ.
അങ്ങനെ തന്നെ ആവട്ടെ കേട്ടോ, എല്ലാവർക്കും അങ്ങനെ തന്നെ ആവട്ടെ. എല്ലാവർക്കും നല്ലൊരു വർഷമായിട്ട്. ഓ കോട്ടയം കോട്ടയം, ആ മറ്റേ റബ്ബർ ബോർഡിൽ എങ്ങാണ്ട് വർക്ക് ചെയ്യുന്ന അല്ലേ, പോലീസ് സ്റ്റേഷനടുത്ത് അല്ലേ മനോജ്? അതാരാണോ മനസ്സിലായില്ല. എന്താ പറയണേ? ആ കാഞ്ഞിരപ്പള്ളി, കാഞ്ഞിരപ്പള്ളി മനോജ്. ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ മെസ്സേജ് കയറി വരുന്നുണ്ടേ, അതാണ് പെട്ടെന്ന് എനിക്കിങ്ങനെ പറയാൻ പറ്റാത്തത്. പാർട്ട് പുതിയ കൂട്ടാണ്. എന്താണിത്? ഓക്കെ ഓക്കെ ഓക്കെ, ഹായ്. പിന്നെ വേറെ എന്താണ് ഓൾ വിശേഷം? ഇന്ന് എല്ലാവർക്കും ഹോളിഡേ ആയതുകൊണ്ടല്ലേ, അതായിരിക്കും. ഞാൻ ഈ ടൈമിൽ ലൈവ് ചെയ്യാറില്ല, എനിക്ക് ലൈവ് ചെയ്യാനേ പറ്റാറില്ല. എനിക്കിപ്പോൾ റേഞ്ച് നിങ്ങൾക്ക് ഒന്നും കിട്ടാറില്ല. അതുകൊണ്ട് ഞാൻ ഏതെങ്കിലും സമയത്ത് ലൈവിൽ കയറും, അപ്പോൾ റേഞ്ചും പോകും. ഇന്ന് ഫ്രീ ആയിട്ടപ്പോൾ ഈ ടൈം നോക്കാറില്ല. കാരണം സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് പോകണ തിരക്കൊക്കെ ആയിരിക്കില്ല കൊച്ചിനായിട്ട്. കയറാറില്ല, ജസ്റ്റ് ഒന്ന് നോക്കി. ഒരു ടൈം ഒന്നാണ്ട് രാവിലെ കയറിയിട്ടുണ്ട്, കുറച്ച് ടൈം നിൽക്കണം. പിന്നെ വൈകുന്നേരം എപ്പോൾ നോക്കിയാലും പ്രോഗ്രാം, നൈറ്റിൽ നോക്കിയാൽ പ്രോഗ്രാം. പിന്നെ ടൈമിൽ കിട്ടുന്ന സമയത്ത് നോക്കും, ആരെങ്കിലുമൊക്കെ ലൈവിൽ ഉണ്ടോ, കുറച്ച് ടൈമൊക്കെ ഇരിക്കും. ആക്ച്വലി ഞാനിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കയറി വരുന്നതൊന്നും കാണലില്ല കേട്ടോ. ഒരുമിച്ച് ഇങ്ങനെ കയറി വരുമ്പോൾ ഏതാണെന്ന് അറിയാൻ പറ്റാണ്ടായി പോകുന്നുണ്ട് കേട്ടോ. എല്ലാവരുടെയും ഞാൻ നോക്കുന്നുണ്ട്. മഹേഷ്, ഹായ് 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 ഹായ്, ഗുഡ് മോർണിംഗ്. ഹായ് 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 മനീഷ. പിന്നെ എന്താണ് പറയൂ, എന്താണ് എല്ലാവരും സുഖമായിരിക്കണോ? കാപ്പിയൊക്കെ കുടിച്ചോ? ഇന്ന് ഷോർട്ട് ഇടും കുറച്ച് ടൈം കഴിയുമ്പോൾ. നമ്മളൊരു 9:30 10 o'clock ആകുമ്പോഴൊക്കെയാണ് ഇടാറുള്ളത്. അയ്യോ, അങ്ങനെ മൈൻഡ് ചെയ്യാനായിട്ടൊന്നും അല്ല. എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ കയറി വരുമ്പോൾ ലൈവ് അങ്ങനെ പോയി എനിക്കങ്ങനെ പരിചയമൊന്നുമില്ലേ, അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. എല്ലാവരെയും ഞാൻ കാണുന്നുണ്ട്, എല്ലാവർക്കും കൂടെ ഞാൻ ഈ പറയണം കേട്ടോ, ആരും പരിഭവിക്കണ്ട. ഞാൻ ആദ്യമാണ്. ഓക്കെ, പോവാ. പിണങ്ങി പോവാണോ? പിണങ്ങി പോകണ്ട കേട്ടോ വരും. എല്ലാരെയും ഞാൻ കാണുന്നുണ്ട്, എല്ലാവർക്കും കൂടി ആയി പറയണ കേട്ടോ. ഞാൻ ആ ഷോട്ട് വരും കേട്ടോ, 9:30 10 o'clock ഷോട്ട് വരും. ഓക്കെ. മൈൻഡ് ചെയ്യുന്നൊക്കെ പറഞ്ഞു, മൈൻഡ് ചെയ്യാണ്ടൊന്നുമില്ല കേട്ടോ, എല്ലാവരും മൈൻഡ് ചെയ്യുന്നുണ്ട്. നമസ്കാരം നമസ്കാരം. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് എവരിബഡി. എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടാട്ടോ പറയണേ, ആരും പരിഭവം പറയില്ലേ, ഞാൻ നോക്കിയില്ല. ഞാൻ ഇങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോഴുള്ള ഒരു കൺഫ്യൂഷൻ കൊണ്ടാണ്. എല്ലാവരുടെയും മെസ്സേജ് കാണുന്നുണ്ട്.
എന്താണ് വിശേഷം? ഓക്കെ, താങ്ക് യു. സെറ്റാണ് അല്ലേ? കോട്ടയം ഇടക്കോലി. ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജ് ഇടക്കോലി ഉദവൂർ. കേട്ട മാതിരില്ല. ഓക്കെ, കോട്ടയം. ഇപ്പൊ മനസ്സിലായി, ഇടക്കോലി ഉദവൂർ എന്ന് പറഞ്ഞ സ്ഥലം. ഓക്കെ. പേര് റെജീന. സപ്പു എന്നേക്ക്. ഏതാ ചുന്ദരിപ്പൂജ? ഇങ്ങോട്ട് വന്നേ. സമയമായി മോനെ, മദ്രസയിൽ പോണ്ടേ? കണ്ടുകൂട്ടാത്ത 3 ഷോർട്ട് കമന്റ് ഇട്ടു, ലൈക്ക് അയച്ചു. താങ്ക് യു സോ മച്ച്. ഷോർട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. മഹേഷ് ആലുവ, താങ്ക് യു. നമ്മുടെ ഷോട്ട് എപ്പോഴും 9:30-10 മണിയോട് കൂടിയാണ് വരുന്നത് കേട്ടോ. മോർണിംഗ് ടൈമിൽ എല്ലാവരും ഒന്ന് നോക്കി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഹരീഷ് മെസ്സേജ് കൊടുക്കുമ്പോഴും വായിച്ചില്ല. അശ്വതി ഇപ്പോൾ വായിച്ചില്ല. ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ പെട്ടെന്ന് മെസ്സേജ് കയറി വരുമ്പോൾ കാണാനിട്ടാണ്, അല്ലാണ്ട് ആരെയും ഒഴിവാക്കണില്ല കേട്ടോ. എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാ പറയണമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ. ഹായ് ഹരീഷ് ചേട്ടൻ. ഗുഡ് മോർണിംഗ് ഹരീഷ് ചേട്ടാ. പിന്നെ വേറെന്താ വിശേഷം? എല്ലാവരും കാപ്പിയൊക്കെ കുടിച്ചോ? സൺഡേ എന്താണ് എല്ലാവർക്കും പ്രോഗ്രാം? എവിടെ വർക്ക് ചെയ്യുന്നു ഹരീഷ്? ചേട്ടാ കാപ്പി കുടിച്ചോ? കാപ്പി കുടിച്ചോ? ഓക്കെ. റെജീന. എന്താ പരിപാടി എന്ന് വെച്ചിട്ട് എന്താ ഉദ്ദേശിച്ചത്? വർക്ക് ചെയ്യുന്നുണ്ടോ അതോ എന്താ ഉദ്ദേശിച്ചത്? വർക്ക് ചെയ്യണമെങ്കിൽ ഇല്ല, ഹൗസ് വൈഫാണ്. ഹൗസ് വൈഫ് എന്ന് പറഞ്ഞാൽ പറ്റില്ലല്ലോ, നിറയെ വർക്കുകളുണ്ടല്ലോ. വെറുതെ ഇരിക്കണല്ലോ ഹൗസ് വൈഫ് എന്ന് പറഞ്ഞാൽ. ഇന്ന് പരിപാടി എനിക്ക് ആ പറയണത് മനസ്സിലാവുന്നില്ല. ഇന്ന് പരിപാടി ഒന്നുമില്ല. ഇന്നൊന്നും പരിപാടി ഒന്നുമില്ലെന്നല്ലേ? ഓക്കെ, ഇന്ന് ഫ്രീ ആയിട്ടല്ലേ? സൺഡേ ഫസ്റ്റ് അങ്ങനെയായിരിക്കും അല്ലേ? എവിടെയാ വർക്ക് ചെയ്യണേ? അതെന്താണ് ആ ഊർക്ക് മനസ്സിലാവണില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഉദ്ദേശിക്കണേ? ഓ അങ്ങനെയല്ലേ? ശരി ശരി. നമ്മൾ ലൈവിൽ വരുമ്പോൾ നമ്മളെ കൂടെ ഒന്ന് കൂടിക്കോട്ടോ. പെയിന്റിങ് വർക്കാണല്ലേ? ഇപ്പൊ വർക്കൊക്കെ ഉണ്ടോ? ഇപ്പൊ എങ്ങനെ പോകുന്നു വർക്കൊക്കെ?
എന്താണ് വർക്കൊക്കെ ഇട്ടുണ്ടോ? എവിടെയാണ് സ്ഥലം പറഞ്ഞില്ലല്ലോ. ആലുവയായിരിക്കും അല്ലേ? ബംഗളൂരു ആലുവ വർക്കുണ്ട്. അങ്ങനെ ഉണ്ടാവും, നിറയെ വർക്കുണ്ടാവും. 2026 കൊണ്ട് പൊളിക്കണം. ആലുവ ആലുവ ശരി, ഓക്കെ. ആലുവ ഞാൻ കൊട്ടാരക്കര. കൊട്ടാരക്കര കേട്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഓക്കെ, എന്തിനൊക്കെ താങ്ക്സ് ആവും. ഞാൻ അങ്ങനെ പറഞ്ഞതായിരിക്കും അല്ലേ? ഒഴിച്ചു 2026 പിന്നെ വേറെന്താണ്? വേറെന്താ? വീട്ടിൽ ആരൊക്കെയുണ്ട്? ഹരീഷ് മാരീഡ് ആണോ? ബാച്ചിലർ ആണോ? എന്താണാവോ, പറയൂ. ഹരീഷ് ചേട്ടൻ്റെ നോക്കാട്ടോ, വരാട്ടോ. നോക്കാം. ചാനലുണ്ടല്ലേ? മഹേഷ് മാരേജ് കഴിഞ്ഞിട്ടില്ല. മാരേജ് നോക്കുന്നുണ്ടോ? നോക്കാനുള്ള ടൈം ആയോ? ചായയൊക്കെ കുടിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിഞ്ഞിട്ടില്ല. ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിയെന്നേ ഉള്ളൂ. റേഞ്ച് കിട്ടുള്ളൂ, റേഞ്ച് കിട്ടാറില്ല എനിക്ക് ലൈവിൽ വരുമ്പോൾ. അതുകൊണ്ട് അങ്ങനെ ലൈവിൽ വരാറുമില്ല. അപ്പോൾ നോക്കിയപ്പോൾ എന്തോ കിട്ടുന്നുണ്ട്. എന്താണ് അവിടെ ഇത്ര ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ടേ. നല്ല കുട്ടിയെ കിട്ടട്ടെ കേട്ടോ. സപ്പു വന്നോ? സപ്പു ആ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എറണാകുളം. ഹായ് മനു. അടുത്ത ലൈവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഈ ഒരു ടൈമിൽ കയറാൻ പറ്റുവാണെങ്കിൽ കയറും. കാരണം ഇവിടെ റേഞ്ചിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് നമുക്കിപ്പോൾ കറക്റ്റ് ടൈം പറയാൻ പറ്റില്ല. ഞാൻ ഏതെങ്കിലും ഒക്കെ ഒരു ടൈമിൽ വന്ന് നോക്കും. ഈ ടൈമിൽ വന്ന് നോക്കാം. റേഞ്ച് കിട്ടുവാണെങ്കിൽ ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വന്ന് നോക്കും. റേഞ്ച് എനിക്ക് എപ്പോൾ കിട്ടണോ അപ്പോൾ ലൈവ് ഉണ്ടാവും. സ്ഥലം മണ്ണുറണം. സ്ഥലം കോട്ടയമാണ്. ലൈക്ക് തന്നു കേട്ടോ. താങ്ക് യു മനു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മഹേഷ്. ചന്ദ്ര സ്നേഹവിടി രതീഷ് എറണാകുളം. മഹേഷ് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മഹേഷ്. ആയിക്കോട്ടെ, താങ്ക് യു. ലൈക്ക് തരുന്നു, താങ്ക് യു. താങ്ക് യു ലൈക്ക് തന്നത്. താങ്ക് യു കേട്ടോ. ഹായ് റിയാസ്. റിയാസ് എവിടെയാണ് സ്ഥലം? റിയാസ് പോയോ?
റിയാസ് ഒരു ലൈക്ക് കൊടുത്ത് മെസ്സേജ് ഇട്ടു കേട്ടോ. എന്നാലും കാലത്ത് ഇടിയപ്പവും ബീഫ് കറിയും. രാവിലെ പണിയെല്ലാം കഴിച്ച് വെറുതെ വന്നിരുന്നപ്പോഴേക്ക് ലൈവ് ഒന്ന് നോക്കുന്നേ ഉള്ളൂ. എല്ലാരും എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ, കഴിക്കാൻ തുടങ്ങിയിട്ടില്ല. ബെഡ് കോഫി കഴിഞ്ഞതേ ഉള്ളൂ. മനുവിൽ എന്താ ഫുഡ്? മനു കഴിച്ചോ? അത് ബെഡ് കോഫി വരെ എത്തിയിട്ടേ ഉള്ളോ? ആദ്യമായിട്ടാണ് ലൈവ് തന്നത്. ആദ്യം തന്നെ നമ്മൾ ലൈവ് വന്നിട്ടില്ല അല്ലേ? സന്തോഷം. നിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛോ, അതുകൊണ്ടാണ് ലൈവ് വരെ ഇഷ്ടമായിട്ടല്ലേ? ആ ചാനൽ ആരുടെ കാണാനും നന്നായതുപോലെ നമ്മുടെ കയ്യിൽ കിട്ടിയതോ. താങ്ക് ഗോഡ്. ലൈവ് രണ്ടു മൂന്ന് ടൈം ഇട്ടിട്ടുണ്ട്. റേഞ്ച് പ്രോബ്ലം കൊണ്ട് അങ്ങോട്ട് ഒന്ന് രണ്ട് വ്യൂസ് വരുമ്പോഴേക്ക് റേഞ്ച് അങ്ങ് പോവാ. ഇപ്പൊ എന്താ റേഞ്ച് കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങളൊക്കെ പരിചയപ്പെടാനായിട്ടായിരിക്കാം. ആ ഓക്കെ ഓക്കെ ചേട്ടോ. ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. ഞാൻ ലൈവ് കഴിഞ്ഞ് അങ്ങോട്ട് പോവാന്നല്ലാണ്ട് പിന്നെ ലൈവിൽ വരിക അങ്ങനെ ചെയ്തിടാറില്ല കേട്ടോ. താങ്ക്സ് കേട്ടോ. നമുക്കിതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല, പഠിച്ചു പറഞ്ഞല്ലേ ഉള്ളൂ. താങ്ക്സ് ചെയ്യാട്ടോ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ യൂട്യൂബ് സംബന്ധമായ അറിവുകളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തന്നു കേട്ടോ. നമ്മളൊക്കെ പഠിച്ചു വരണതല്ലേ ഉള്ളൂ. ആണല്ലേ? അതെ, ഭയങ്കര ആരോണയൊക്കെ നല്ല കഴിക്കാൻ കിട്ടുമായിരിക്കും അല്ലേ? ഭയങ്കര ഇഷ്ടം. ഒരു രണ്ട് രണ്ട് ടൈം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു ബോട്ടിൽ ഹാഫ് ബോട്ടിലൊക്കെ കിട്ടിയിട്ടുള്ളൂ. ഭയങ്കര ഇഷ്ടം ആരോണ. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും കേട്ടോ. 2026 നല്ലതായിട്ട് പോകാനായിട്ട് ചെല്ലുമ്പോൾ പ്രാർത്ഥിച്ചോളൂ കേട്ടോ. എവിടെ ഫയർ ഫോഴ്സ് എറണാകുളത്ത് തന്നെയാണോ? പോയോ? ഉണ്ടോ? നാളെ അല്ലേ? നാളെ പോകണം അല്ലേ? നമുക്കും നാളെ ഡ്യൂട്ടി തുടങ്ങാനാണ്. വേറെ ഡ്യൂട്ടി ഒന്നുമില്ല. പിള്ളേർക്ക് സ്കൂൾ തുറന്നാൽ നമുക്കാണല്ലോ ഡ്യൂട്ടി ഉള്ളത്. കൊച്ചിന് ക്ലാസ് തുടങ്ങുമ്പോൾ നമ്മൾ ബിസിയാണ്. അപ്പൊ എല്ലാവർക്കും നാളെ വീണ്ടും ഫസ്റ്റ് കഴിഞ്ഞിട്ട് പോകണം. Thank you so much. Hi.
ഹായ് പെങ്ങളെ, സ്നേഹിക്കുന്നവരും ഇടവഴി ഇട്ടിട്ട് പോകില്ല, അവർ താങ്കളും കണ്ടായി ചേർക്കും. അങ്ങനെ തന്നെ വേണം. അങ്ങനെയുള്ളൊരു ഭയങ്കര കുറച്ചുണ്ടാവുള്ളൂ അല്ലേ. അപ്പം അങ്ങനെ ആവട്ടെ, എന്നും മനസ്സ് അങ്ങനെ തന്നെ ആയിക്കോട്ടെ. സ്നേഹിക്കുന്നവരോ ഇടവഴി ഇട്ടിട്ട് പോവാണ്ടിരിക്കുക കേട്ടോ. നൗഫൽ ഹായ് പെങ്ങളെ, ഞാൻ കണ്ടു കേട്ടോ, എനിക്കിങ്ങനെ കയറി വന്നത് കൊണ്ടാ. നൗഫൽ ഹായ്, ഞാൻ കണ്ടു കേട്ടോ. നൗഫലെ ഞാൻ കണ്ടു. പിന്നെ വേറെ എന്താണ് നൗഫൽ, എന്താണ് വിശേഷം പറയൂ. കോഫിയൊക്കെ കുടിച്ചോ? എന്ത് ചെയ്യണു? എവിടെ സ്ഥലം നൗഫല്? നൗഫലെ കോട്ടയമാണ് സ്ഥലം, കോട്ടയം മെഡിക്കൽ കോളേജ്. ശബരിമല. മനു മനു കേട്ടോ, മനു ഞാൻ വായിച്ചിട്ടുണ്ട് കേട്ടോ. ചേർത്തലയിൽ ഇവിടെ നൗഫൽ എവിടെയാ സ്ഥലം? നൗഫലുണ്ടോ? നൗഫൽ ഒരു ലൈക്ക് കൊടുത്ത് മെസ്സേജ് ഇടൂ. എവിടെ വന്നാലും ഒറ്റക്ക് വന്നാലോ? എല്ലാവരും പോയോ? അതൊന്ന് റേഞ്ചിന് പ്രശ്നമുണ്ടോ? എന്താണാവോ? എനിക്കിവിടെ കിട്ടുന്നുണ്ട്, എനിക്ക് കിട്ടുന്നുണ്ടോ? എൻ്റെ പേര് രജീന. നൗഫൽ എവിടെയാണ് സ്ഥലം? നൗഫൽ കേൾക്കുന്നുണ്ടോ? എവിടെയാണ് സ്ഥലം? എനിക്ക് റേഞ്ച് കിട്ടുന്നുണ്ടോ? ഞാൻ പറയാൻ കേൾക്കാവോ? ഞാനിവിടെ ഫുള്ള് റേഞ്ച് പ്രശ്നമാണ് കേട്ടോ, അതാണ് ചോദിക്കുന്നത്. പേര് ഞാൻ പറഞ്ഞു കേട്ടോ, കേട്ടിട്ടുണ്ടോ? തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാട് താലൂക്കിൽ
വാർഡ് വരെ പറഞ്ഞു തരുവാണോ? വരാൻ വേണ്ടിട്ടാണോ? സന്തോഷം. ഡീറ്റെയിൽ ഫുൾ പറഞ്ഞല്ലോ. ചായ കുടിച്ചോ നൗഫൽ? എന്താണ് വർക്ക് ചെയ്യുന്നത്? വർക്ക് ചെയ്യാണോ, സ്റ്റുഡന്റ് ആണോ, എന്താണോ? പ്രൊഫൈലിന്റെ പിക്ചർ എനിക്ക് ക്ലിയർ അല്ലാത്തതുകൊണ്ടാട്ടോ ചോദിക്കണേ. നിങ്ങളുടെ പിക്ചർ ആണോ? അത് ക്ലിയർ ആവുന്നില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. എന്ത് ചെയ്യുന്നു ചോദിച്ചോ. പ്ലംബർ ആണല്ലേ? വർക്കൊക്കെ ഉണ്ടോ? അവിടെ തന്നെയാണോ? തൃശ്ശൂരിൽ തന്നെയാണോ ചെയ്യുന്നത്? ഉണ്ടാവട്ടെ. നല്ല വർക്കുകൾ കേട്ടോ. ഈ വർഷം കൊണ്ട് ഉഷാറായിക്കോട്ടെ. മാരീഡ് ആണോ? വീട്ടിലാരൊക്കെയുണ്ട്? ഞാൻ ഹൗസ് വൈഫാണ്. എല്ലാവരും തിരിച്ചു പോയോ? അത് റേഞ്ച് പോയോ? ചാലക്കാടല്ലേ ഈ റോഡ് സ്റ്റേഷനിൽ അഞ്ചവരി കടപ്പ് ഏരിയ സ്ഥലങ്ങളൊക്കെ എനിക്കറിയാം. എട്ടാം വാർഡല്ലേ? ഇതേ അറിയാവുന്ന ഒരാൾ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. മനുവിന് അറിയാന്ന് പറയണു. നാഫിൽ കണ്ടോ? മെസ്സേജ് കണ്ടോ? കുട്ടികൾ ഒരാള് ഇതിലുണ്ടായിരുന്നു. ചാനൽ നോക്കിയാൽ കാണാം. ഞങ്ങൾക്ക് രണ്ടിനെയും പ്രൊഫൈൽ പിക്ചർ എത്തിയിരിക്കുന്നത്. ഇവിടെ ഉണ്ട് കേട്ടോ. ആളൊക്കെ വിളിച്ചപ്പോ എഴുന്നേറ്റ് വരുന്ന ടൈം ആയിട്ട്, അല്ലെങ്കിൽ ഇവിടെ വന്നിരുന്ന ഞാൻ ലൈവ് വൈകുന്നേരം ടൈമിലൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പൊ അവളിവിടെ ഉണ്ടാവും. പക്ഷെ റേഞ്ചിന്റെ പ്രോബ്ലം കൊണ്ട് അവിടെ കണ്ടിന്യൂസ് ആയിട്ട് പോയിട്ടില്ല. പെട്ടെന്ന് അങ്ങ് ഡൗൺ ആവുന്നതുകൊണ്ട് ഞാനങ്ങ് പോകാറില്ല. സപ്പു ഒന്ന് വന്നേടാ മോനെ. ഇതാണ് കേട്ടോ കുട്ടി. തേർഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. നാളെ സ്കൂള് തുറക്കണം. ഞങ്ങൾക്ക് രണ്ടുപേരുടെ ചാനലാണ് കേട്ടോ. ഞങ്ങളുടെ രണ്ടുപേരും കൂടെയാണ് ചാനൽ കൊണ്ടുപോകുന്നത്. സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എറണാകുളം ഗുരുവായൂർ ഉള്ളത് നന്ദ കൃഷ്ണൻ സാറാണ്. ഇവിടുത്തെ CA. ഓക്കെ. എല്ലാവരും ലെഫ്റ്റ് പോയോ? ആരും കാണുന്നില്ലല്ലോ. മനു പോയോ? നഫൽ പോയോ? റേഞ്ച് ഓക്കെ ആണോ? അഞ്ചങ്ങാടിയിൽ ആരെങ്കിലും അറിയുമോ?
മനസ്സാർ പോയോ? മനസ്സാർ പോയെന്ന് അറിയുന്നു. വേറെ പിന്നെ എന്താണ് വിശേഷം? പറയൂ. മനസ്സാർ പോയി എന്നാ തോന്നുന്നു കേട്ടോ. നൗഫൽ പോയോ? മനസ്സാർ പോയോ? എല്ലാവരും ലെഫ്റ്റ് അടിച്ച് പോയോ? ലൈനിലുണ്ടോ? ചെങ്ങാതി അറിയാം, മലപ്പുറം മണത്തല റേഞ്ച് പ്രോബ്ലം ഉണ്ട്. ഇത്ത മെസ്സേജ് വായിക്കൊണ്ട് ഇട്ടിട്ടാ. വൈകിട്ട് റേഞ്ച് കിട്ടണാണ് ലൈൻ കേട്ടോ. ഒരു 5:30 നോക്കാം. ഒരു 5:30 അല്ലെങ്കിൽ 6 o'clock ലൈവിൽ നോക്കാം കേട്ടോ. റേഞ്ചാണ് പ്രശ്നം. റേഞ്ചിന്റെ പ്രശ്നം കൊണ്ടാണ് ഒരു ടൈം ഫിക്സ് ചെയ്യാൻ പറ്റാത്തത്. പിന്നെ കൊച്ചിനെ ഒറ്റയ്ക്ക് ലൈവിൽ ഇരുത്താറില്ല. കാരണം ഞാനുള്ളപ്പോഴേ അവൾ ഇരിക്കുകയുള്ളൂ. ഞാനുണ്ടെങ്കിൽ മാത്രമേ വന്ന് ഇരിക്കുകയുള്ളൂ. എനിക്കറിയാം കുട്ടീനെ ഇരുത്തിയ പ്രോബ്ലം വരും. അങ്ങനെ ആരുടെ ഒരു ചാനൽ പോയിട്ടുണ്ട്. അങ്ങനെ ഒരു മെസ്സേജ് ഞാൻ കണ്ടു. അതിന് ഞാൻ ലൈവിൽ അങ്ങനെ ഇരിക്കില്ല. അവൾ ഇരിക്കില്ല. അവൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടങ്ങ് പോകും. പോയോ? എല്ലാവരും ലെഫ്റ്റ് അടിച്ച് പോയോ? ശരി, ഓക്കെ മനു, എല്ലാവർക്കും ബൈ. അപ്പം നമുക്ക് 5:30 അല്ലെങ്കിൽ 6 o'clock നോക്കാം. ലൈവ് എടുക്കാൻ പറ്റുമെങ്കിൽ റേഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ കാണാം. ഓക്കെ ബൈ.